അധ്യാപികയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതിൽ സ്കൂൾ മാനേജ്മെന്റിനെ പ്രതിക്കൂട്ടിലാക്കി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. താമരശ്ശേരി കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂൾ അധ്യാപിക അലീന ബെന്നി എന്ന 29-കാരിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കട്ടിപ്പാറയിലെ സ്കൂളിൽ 5 വർഷം ജോലി ചെയ്ത അലീന കഴിഞ്ഞ 1 വർഷമായി കോടഞ്ചേരിയിലാണ് ജോലി ചെയ്യുന്നത്. കട്ടിപ്പാറയിലെ വീട്ടിലെ മുറിയിലാണ് അലീനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലാണ് അലീന ജോലി ചെയ്തിരുന്നത്. അലീനയ്ക്ക് ജോലി സ്ഥിരപ്പെടുകയോ ശമ്പളം ലഭിക്കുകയോ ചെയ്തിരുന്നില്ല. ഇതിന്റെ മനോവിഷമത്തിലാണ് അലീന ജീവൻ ഒടുക്കിയത് എന്നാണ് പിതാവ് ബെന്നി പറയുന്നത്. കഴിഞ്ഞ ദിവസം അലീന സ്കൂളിൽ പോയിരുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് അധികൃതർ പിതാവ് ബെന്നിയെ വിളിച്ച് കാര്യം അന്വേഷിക്കുകയായിരുന്നു. 3 മണിയോടെ ബെന്നി വീട്ടിലെത്തിയപ്പോഴാണ് അലീനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കട്ടിപ്പാറയിൽ ജോലി ചെയ്ത കാലയളവിലെ 5 വർഷത്തെ ശമ്പളമോ ആനുകൂല്യമോ ആവശ്യമില്ലെന്ന് കോർപ്പറേറ്റ് മാനേജർ എഴുതി വാങ്ങിയിരുന്നുവെന്നും പിതാവ് ആരോപിക്കുന്നു. ശമ്പള കുടിശ്ശിക കിട്ടാതെ വന്നതോടെ അലീന മാനസികമായി തളർന്നുവെന്നും ബെന്നി വ്യക്തമാക്കി. മകൾക്ക് ജോലി കിട്ടി, നല്ല ശമ്പളം കിട്ടി വിവാഹം കഴിപ്പിച്ച് അയക്കാനായിരുന്നു ആഗ്രഹം. ഡിസ്മിസ്ഡ് വേക്കൻസിയിലാണ് ആദ്യം കട്ടിപ്പാറ സ്കൂളിൽ നിയമനം നൽകിയത്. അധ്യാപിക അവധി കഴിഞ്ഞ് വന്നതോടെ ജോലി പോയി. അതിൽ പ്രശ്നപരിഹാരത്തിനായി തിരുവനന്തപുരത്തെ DPI വരെ ബന്ധപ്പെട്ടുവെന്നും എന്നാൽ ഒന്നും സംഭവിക്കുകയും ചെയ്തില്ല എന്നും അദ്ദേഹം പറയുന്നു. പിന്നീട് പള്ളി കമ്മിറ്റി ഇടപെട്ട് കോടഞ്ചേരി സെന്റ് ജോർജിലേക്ക് ഫ്രഷ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയും ഈ ഘട്ടത്തിൽ ആദ്യം നൽകിയ ജോലിയും ആനുകൂല്യങ്ങളും വേണ്ടെന്ന് മകളോട് താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് എഴുതി വാങ്ങിച്ചതായാണ് തനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്നുമാണ് പിതാവ് പറയുന്നത്. അങ്ങനെയെങ്കിലും ശമ്പളം കിട്ടുമെന്ന് കരുതിയാണ് അത് എഴുതി കൊടുത്തത്. എന്നാൽ കോടഞ്ചേരി സ്കൂളിലും 100 രൂപ പോലും ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് അച്ഛൻ പറയുന്നു. മാനേജ്മെന്റ് സർക്കാരിന് കൃത്യമായ രേഖകൾ നൽകാതിരുന്നതാണ് നിയമനം ലഭിക്കാതിരിക്കാൻ കാരണം. താൻ എത്രയോ തവണ കോർപ്പറേറ്റ് ഓഫീസിൽ കയറി ഇറങ്ങിയതാണ്. 9 വർഷമായി ജോലി ചെയ്ത് ശമ്പളം കിട്ടാത്തവർ ഉണ്ടെന്നായിരുന്നു അവിടെ നിന്ന് ലഭിച്ച മറുപടി. ആദ്യത്തെ സ്കൂളിൽ നിയമനത്തിനായി പണം നൽകിയിരുന്നു. ജോലി കഴിഞ്ഞ് വന്ന് മകൾ കരയുന്നത് ഒരുപാട് തവണ താൻ കണ്ടിട്ടുണ്ടെന്നും മകളോട് ആശ്വാസവാക്ക് പോലും പറയാറില്ലായിരുന്നു. അവളുടെ വിഷമത്തിന് എന്ത് പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. ജോലിക്കായി അപേക്ഷിച്ചതും അത് നിരസിച്ചതിന്റെയും അടക്കം എല്ലാ രേഖകളും തന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാനേജ്മെന്റ് മകൾക്ക് പണം കൊടുത്തിട്ടില്ല. കോടഞ്ചേരി സ്കൂളിലെ PTA ആണ് 3000 രൂപ വണ്ടിക്കൂലിക്കായി നൽകിയത്. ആദ്യം പഠിപ്പിച്ച സ്കൂളിലെ അധ്യാപകരാരും വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. കോടഞ്ചേരി സ്കൂളിലെ അധ്യാപകരാണ് ഇങ്ങോട്ട് വന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. രൂപത മാനേജ്മെന്റിന്റെ തന്നെ നേതൃത്വത്തിലുള്ള കട്ടിപ്പാറ മുത്തോറ്റിക്കൽ നസ്രത്ത് LP സ്കൂളിൽ മുൻപ് 4 വർഷത്തോളം അലീന ജോലി ചെയ്തിരുന്നു. ദീർഘകാല അവധിയിലായിരുന്ന അധ്യാപിക ജോലിയിൽ നിന്ന് രാജിവെച്ചുണ്ടായ ഒഴിവിൽ 2021 മാനേജ്മെന്റ് അലീന ബെന്നിയെ നിയമിക്കുകയായിരുന്നു. താമരശ്ശേരി AOയിൽ അംഗീകാര അപേക്ഷ നൽകിയിരുന്നെങ്കിലും ഭിന്നശേഷി സംവരണം അടക്കമുള്ള സാങ്കേതിക തടസ്സങ്ങളാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമന അംഗീകാരം ലഭിച്ചിരുന്നില്ല. അതേസമയം ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ച് വ്യക്തത കൈവന്നിട്ടില്ലെന്നും വ്യാഴാഴ്ച ഇൻക്വസ്റ്റിനു ശേഷം അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കുമെന്നും താമരശ്ശേരി പോലീസ് അറിയിച്ചിട്ടുണ്ട്. അലീനയുടെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുമുണ്ട്. മാനേജ്മെന്റിനെതിരെയുള്ള ആരോപണങ്ങൾ താമരശ്ശേരി രൂപത നിഷേധിച്ചു. അവിവാഹിതയാണ് അലീന. അതേസമയം അധ്യാപികയുടെ നിയമനം വൈകിപ്പിച്ചത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പാണെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കത്തോലിക് ടീച്ചേഴ്സ് ഗിൽഡ് ആവശ്യപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം വർഷങ്ങളായി നിയമനാംഗീകാരവും ശമ്പള ആനുകൂല്യങ്ങളും ലഭിക്കാതെ കഷ്ടപ്പെടുന്ന അധ്യാപകരുടെ രക്തസാക്ഷിയാണ് അലീന എന്നായിരുന്നു കത്തോലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ പ്രതികരണം. ദീർഘകാല അവധിയിലായിരുന്ന അധ്യാപിക ജോലിയിൽ നിന്നും രാജിവെച്ചുണ്ടായ ഒഴിവിൽ അലീന ബെന്നിക്ക് 2021 മുതൽ സ്ഥിര നിയമനം ലഭിച്ചുവെന്നും ഭിന്നശേഷി സംവരണം അടക്കമുള്ള തടസ്സവാദം ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ നിയമനം അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നും പറയുന്നു. അധ്യാപികയും പിതാവും ആവശ്യപ്പെടുന്നതനുസരിച്ച് കോടഞ്ചേരി LP സ്കൂളിൽ ഉണ്ടായ റെഗുലർ തസ്തികയിലേക്ക് മാറ്റി നിയമനം നൽകുകയാണ് ഉണ്ടായത്. അലീനയ്ക്കും മാനേജ്മെന്റ് സ്വന്തം നിലയിൽ പ്രതിമാസം താൽക്കാലിക ധനസഹായം നൽകിയിരുന്നുവെന്നും കാത്തോലിക് ടീച്ചേഴ്സ് ഗിൽഡ് മലബാർ മേഖലാ കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്.